ഹായ് ഹലോ നമസ്കാരം. മനോഹരമായൊരു ആർക്കിടെക്ചറൽ വീടിൻ്റെ വിശേഷമാണ് ഇന്നത്തെ ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏവർക്കും ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിൽ കാക്കനാടിനും ഇടപ്പള്ളിക്കും സമീപത്തായി, കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏതാണ്ട് ഒരു 5 കിലോമീറ്റർ മാത്രം ദൂരത്തായും, എടപ്പള്ളിയിൽ നിന്ന് 6 കിലോമീറ്റർ ദൂരത്തായും, സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്ന് കേവലം ഒരു 3 കിലോമീറ്റർ മാത്രം ദൂരത്തായാണ് ഈ മനോഹരമായ വീട് നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. തീർത്തും വാസ്തുശാസ്ത്രപരമായി നിർമ്മിച്ച ഈ വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ദിക്കിലേക്കാണ്. 2018 ഫ്ലഡ് ബാധിക്കാത്തൊരു ഉയർന്ന പ്രദേശത്തിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. നല്ല റോഡ് സൗകര്യം, ഏതൊരു വലിയ വാഹനം ഈസിയായി കടന്നു വരാവുന്ന വീതി കൂടിയ റോഡ് സൗകര്യം നമുക്കിവിടെ അവൈലബിൾ ആണ്. നമുക്ക് കാണാം, വളരെ മനോഹരമായ രീതിയിലാണ്, നല്ലൊരു മോഡേൺ സ്റ്റൈലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഒരു 300 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 1500ഓളം സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായാണ് ഈ മനോഹരമായ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റും കോമ്പൗണ്ട് വാൾ നൽകിയിരിക്കുന്നു. സ്ലൈഡിങ്ങും ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റ് ഈ വീടിന് നൽകിയിരിക്കുന്നു. വീടിൻ്റെ മുൻവശത്തായി ഇൻ്റർലോക്ക് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ഒരേ സമയത്ത് തന്നെ 2 വലിയ കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നൽകിയാണ് വീടിൻ്റെ മുറ്റം ഒരുക്കിയിരിക്കുന്നത്. ഒരു കവേർഡ് കാർ പാർക്കിംഗ്, ഒരു ഓപ്പൺ കാർ പാർക്കിംഗ് നമുക്കിവിടെ അവൈലബിൾ ആണ്. വീടിൻ്റെ മുൻവശത്തായി മനോഹരമായ രീതിയിൽ തന്നെ പ്ലാന്റുകളെല്ലാം നൽകിയിരിക്കുന്നു. അത്യാവശ്യം സെറ്റ് ബാക്കോടുകൂടി തന്നെയാണ് ഈ വീടിൻ്റെ സൈഡ് വശങ്ങളെല്ലാം നൽകിയിരിക്കുന്നത്. വീടിൻ്റെ മുൻവശത്തായി വീടിൻ്റെ സിറ്റ് ഔട്ടിന് ഗ്രാനൈറ്റാണ് നൽകിയിരിക്കുന്നത്. മെയിൻ ഡോറ് 2 പാളികളിലായാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റീൽ മെറ്റീരിയൽസിൻ്റെ ഡോറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നേരെ കയറി ചെല്ലുന്നത് ലിവിങ് സ്പേസ് ആണ്. നമുക്ക് കാണാം, മനോഹരമായൊരു ലിവിങ് സ്പേസ് ആണ് നമുക്ക് ലഭിക്കുന്നത്. ഒരു ഓപ്പൺ ഏരിയ എല്ലാം ഇവിടെ നൽകിയിരിക്കുന്നു. മനോഹരമായ രീതിയിലാണ് ഈ പാഷ്യോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വലിയൊരു TV യൂണിറ്റ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം വളരെ ഭംഗിയിൽ തന്നെ ചെയ്തിരിക്കുന്നു. നല്ലൊരു മനോഹരമായൊരു ആംബിയൻസ് ആണ് ഇവിടെ ഇരുന്നാൽ ലഭിക്കുന്നത്. നമുക്ക് കാണാം, പ്ലാന്റുകളെല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഇവിടുത്തെ വാളുകളെല്ലാം ടെക്സ്റ്റർ വർക്കുകളെല്ലാം ചെയ്ത് നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നും അടുത്ത എൻട്രി വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. നല്ലൊരു സ്പേഷ്യസ് ആയ ഡൈനിങ് സ്പേസ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. വലിയൊരു ഡൈനിങ് ടേബിൾ, ഏതാണ്ട് ഒരു 8 പേർ കപ്പാസിറ്റിയുള്ള ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. കോമൺ വാഷ് ഏരിയ ഈ ഒരു ഭാഗത്താണ്. സ്റ്റെയർകേസിൻ്റെ അടിഭാഗത്തായി ഒതുങ്ങിയ ഏരിയയിൽ തന്നെ നൽകിയിരിക്കുന്നു. കിച്ചൺ സൈഡിലേക്ക് പോയാൽ മനോഹരമായൊരു കിച്ചണാണ്. നല്ല സ്പേഷ്യസ് കൂടി തന്നെ ഇവിടുത്തെ കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ധാരാളം കിച്ചൺ ക്യാബിനറ്റുകൾ നല്ല ക്വാളിറ്റിയിൽ തന്നെ, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് തന്നെ നൽകിയിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം മനോഹരമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കിഴക്കോട്ടാണ് ഈ കിച്ചൻ്റെ ബേണറിൻ്റെ ഏരിയ വരുന്നത്. കിച്ചൺ ഹോബും വുഡും നൽകി തന്നെയാണ് കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. ധാരാളം വെന്റിലേഷൻ സൗകര്യം നൽകിയിട്ടുണ്ട്. മനോഹരമായ രീതിയിലാണ് കിച്ചൺ ഒരുക്കിയിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാം ഫ്ലോറിങ്ങിനെ ഉപയോഗിച്ചിരിക്കുന്നത് മാറ്റ് ഫിനിഷുള്ള ടൈൽസുകളാണ്. നേരെ നമുക്ക് ഇവിടുത്തെ വർക്ക് ഏരിയ സൈഡിലേക്ക് പോയാം. വലിയൊരു വർക്ക് ഏരിയ കൂടി നമുക്കിവിടെ അവൈലബിൾ ആണ്. മനോഹരമായ രീതിയിലാണ് വർക്ക് ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. വർക്ക് ഏരിയയും നമുക്ക് വാഷ് ബേസിനും വർക്കിംഗ് ടേബിളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ കിണർ നൽകിയിരിക്കുന്നത്. ഈ വീടിൻ്റെ വാട്ടർ സോഴ്സിനായി വരുന്ന കിണർ വെള്ളമാണ്. കിണർ വെള്ളം ഒരിക്കലും വറ്റാത്തൊരു ഏരിയയിലാണ് കിണർ നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ KWA കണക്ഷൻ ഓപ്ഷനുമാണ്. ഗ്യാസ് സിലിണ്ടറെല്ലാം വയ്ക്കാനുള്ള പ്രത്യേക ഗേജുകളെല്ലാം നമുക്കിവിടെ അവൈലബിൾ ആണ്. ഈ ഒരു ഭാഗത്ത് ധാരാളം പ്ലാന്റുകളെല്ലാം നൽകി മനോഹരമാക്കിയിരിക്കുന്നു. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂമാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. മനോഹരമായ രീതിയിലാണ് ഈ ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. ഒരു സൈഡ് ഓപ്പൺ നൽകി തന്നെയാണ് ഇത് നൽകിയിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്ത ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും വാൾഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെയെല്ലാം പ്ലാന്റുകളെല്ലാം നൽകി നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ടെക്സ്റ്റർ വർക്കുകളെല്ലാം നമുക്ക് ഈ വാളുകളിൽ അവൈലബിൾ ആണ്.
ധാരാളം വെന്റിലേഷൻ സൗകര്യം, എപ്പോഴും നല്ല വെളിച്ചം ലഭിക്കുന്ന ഒരു മെത്തേഡിലാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് ആയ ബാത്റൂമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. മനോഹരമായ രീതിയിലാണ് ഈ ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല പ്രീമിയം ക്വാളിറ്റിയിലാണ് ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൺസീൽഡായിട്ടാണ് ബാത്റൂം നിർമ്മിച്ചിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഈ ഏരിയ ഭംഗിയാക്കിയിരിക്കുന്നു. മാത്രമല്ല ധാരാളം വെന്റിലേഷൻ സൗകര്യം ഇവിടെ അവൈലബിൾ ആണ്. എക്സോസ്റ്റ് സൗകര്യവും ഹോട്ട് വാട്ടറിലുള്ള പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കി തന്നെയാണ് ഈ ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ജാഗോർ ബ്രാൻഡാണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷിലെ ടൈൽസുകളെല്ലാം ഫ്ലോറിങ്ങിനായി നൽകിയിരിക്കുന്നു. ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് കാണാം. ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർകേസ് നിർമ്മിച്ചിരിക്കുന്നത് ഡൈനിങ് സ്പേസിൽ നിന്ന് തന്നെയാണ്. സ്റ്റെയർകേസിൻ്റെ മെറ്റീരിയൽസിനായി ഉപയോഗിച്ചിരിക്കുന്നത് സ്ക്വയർ ട്യൂബും വുഡുമാണ്. ഒരു കാൻറ്റിലിവർ മോഡലാണിത് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാ ഏരിയയും തീർത്തും വ്യത്യസ്തമായ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഏരിയ ഈ വീടിൻ്റെ മറ്റൊരു മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസാണ്. നല്ലൊരു പ്ലേസ് നൽകി തന്നെയാണ് ഈ ഫസ്റ്റ് ലാൻഡിങ്, സ്റ്റെപ്പ് കയറി വരുന്ന ഫസ്റ്റ് ലാൻഡിങ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ റൗണ്ട് ഷേപ്പിൽ ടഫൻ ഗ്ലാസ് നൽകി വീടിൻ്റെ ഫ്രണ്ട് വ്യൂ മൊത്തമായി ലഭിക്കുന്ന ഒരു മെത്തേഡിലാണ് ഈ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഷാൻലിയർ ലൈറ്റ് എല്ലാം നൽകിയിരിക്കുന്നു. നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂം സൈഡിലേക്ക് പോയാൽ ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട്. വാൾഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല സ്പേഷ്യസോട് തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ മാസ്റ്റർ ബെഡ്റൂമായി യൂസ് ചെയ്യാവുന്ന വിധത്തിലാണ് ഇവിടെ ഈ ഒരു ഭാഗം ഓപ്പണായി നൽകിയിരിക്കുന്ന ഒരു ബാൽക്കണി നമുക്ക് ഈ ബെഡ്റൂമിന് അവൈലബിൾ ആണ്. ഇവിടുത്തെ ബാത്റൂം സൈഡിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസോടുകൂടി ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ജാഗോർ ബ്രാൻഡാണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ലക്ഷറി മോഡലാണ് ഇവിടുത്തെ ബാത്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൺസീൽഡായിട്ട് തന്നെയാണ് ഇവിടുത്തെ എല്ലാ ബാത്റൂം ഫിറ്റിങ്സുകളും നിർമ്മിച്ചിരിക്കുന്നത്. ജാഗോർ ബ്രാൻഡാണ് ഇതിനു വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂം, അതായത് 3rd ബെഡ്റൂമിലേക്ക് പോയാൽ നല്ല സ്പേഷ്യസ് കൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമും വാൾഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനോഹരമായ രീതിയിൽ നിർമ്മിച്ച ഈ ബെഡ്റൂമിന് ധാരാളം വെന്റിലേഷൻ സൗകര്യം ഇവിടെയും നൽകിയിരിക്കുന്നു. ഏതാണ്ട് 300 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 1500ഓളം സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായി നിർമ്മിച്ച ഈ വീട്ടിൽ 2 കാറുകൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഒരുക്കിയിരിക്കുന്നു. കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും കേവലം 5 കിലോമീറ്റർ മാത്രം ദൂരത്തായും എടപ്പള്ളിയിൽ നിന്നും ഏതാണ്ട് ഒരു 6 കിലോമീറ്ററോളം മാത്രം ദൂരത്തായി നിർമ്മിച്ച ഈ മനോഹരമായ വീട് നല്ലൊരു മോഡേൺ ലുക്കിലാണ് ചെയ്തിരിക്കുന്നത്. എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ച് മാത്രം നിർമ്മിച്ച ഈ വീടിൻ്റെ വില ഭാഗങ്ങളിലേക്ക് പോയാൽ വീടിന് ചോദിക്കുന്ന വില 92 ലക്ഷം രൂപയാണ് കേട്ടോ. വില തീർച്ചയായും നെഗോഷ്യബിൾ ആണ്. എല്ലാ ബാങ്കുകളുടെ ലോൺ സൗകര്യവും നമുക്കിവിടെ അവൈലബിൾ ആണ്. സൈറ്റ് വിസിറ്റിങ്ങിനായി ഒയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കാനും മറക്കല്ലേ. നന്ദി, നമസ്കാരം.